വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3ാം ക്ലാസ്സിലെ കിത്തനെ പൈർ എന്ന ഹിന്ദി പാഠത്തിൻ്റെ 2ാമത്തെ പാർട്ടാണ്. നമുക്ക് ഈ പാഠത്തിലേക്കൊന്ന് പോകാം. പേജ് 16 മുതലാണ് തുടങ്ങുന്നത്. അധ്യാപിക ടീച്ചർ പറയുകയാണ്, വാഹ് വാഹ് ആപ്പ് സബ് ബച്ചേ ബഡേ ബുദ്ധിമാൻ ഹെ. നിങ്ങളെല്ലാ കുട്ടികളും വലിയ ബുദ്ധിമാന്മാരാണല്ലോ. आपके पास मेरे सभी प्रश्नों का उत्तर है. आपके पास നിങ്ങളുടെ അടുക്കൽ मेरे सभी प्रश्नों के എൻ്റെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമുണ്ട്. सभी प्रश्नों के उत्तर है. वह जब तेज़ी से चलता है तो दो पैरों पर खुद कर चलता है. वह जब तेज़ी से चलता है तो എപ്പോഴാണ് വേഗത്തിൽ പോകുന്നത് तो दो पैरों पर അവ 2 കാലിൽ ഖുദ് കർ ചലത്താ ഹേ ചാടി പോകും. ലേക്കിൻ എന്നാൽ ജബ് വഹ് ധീരെ ചലത്താ ഹേ എപ്പോഴാണ് അവ സാവധാനത്തിൽ നടക്കുന്നത് തോ ചുക്ക് കർ 4 പൈരോം പർ ചലനെ ലഗ്താ ഹേ അപ്പോൾ അല്പം കുനിഞ്ഞിട്ട് 4 കാലിൽ ആണ് നടക്കുന്നത്. 4 പൈരോം പർ ചലനെ ലഗ്താ ഹേ അപ്പോൾ അത് 4 കാലിൽ നടക്കാൻ തുടങ്ങും. ഇസ്ലിയേ അതുകൊണ്ട് ഉസേ ചതുഷ്പാദ് ഫീ കറത്തെ ഹേ ഇതുകൊണ്ട് ഇതിനെ 4 കാലി എന്നും വിളിക്കാറുണ്ട്. ചതുഷ്പാദ് ഫീ കഹത്തെ ഹേ വേ 4 കാലി എന്നും അറിയപ്പെടാറുണ്ട്. അവർ കഫി കഫി ആകെ ബഡ്നെ മേ ഇടയ്ക്കിടയ്ക്ക് മുന്നോട്ട് പോകുമ്പോഴേ വേ വഹ അപ്പനി പൂഞ്ച് കാഫി ഉപയോഗ കർത്താ ഹേ അവ മുന്നോട്ട് വേഗം പോകുന്നതിന് വാലിൻ്റെ ഉപയോഗം എടുക്കാറുണ്ട്. ഇസലിയെ ഉസേ പഞ്ച്പാദ് ഫീ കഹത്തെ ഹേ അതിനാൽ ഇവയെ പഞ്ച്പാദ് എന്നും പറയാറുണ്ട്, എന്നും വിളിക്കാറുണ്ട്. പഞ്ച്പാദ് 5 കാലുള്ളത് എന്നർത്ഥത്തിൽ പഞ്ച്പാദ് എന്നും വിളിക്കാറുണ്ട്. ഇസലിയെ അതുകൊണ്ട് ഉസേ പഞ്ച്പാദ് ഭീ കഹത്താ ഹേ. വൈസെ അധികതർ പശുओं के तो 4 पर ही होता है. അതുപോലെ കൂടുതൽ മൃഗങ്ങൾക്ക് 4 കാലുകളാണുള്ളത്. तो 4 पैर ही होते हैं 4 കാലുകളാണ് മിക്കവാറും മൃഗങ്ങൾക്കുള്ളത്. ജൈസെ ഗായ് ഫൈംസ് ഇതുപോലെയാണ് പശുവുണ്ട്, എരുമയുണ്ട്. ഔർ ഇപ്പം സമീർ പറയാം കുത്ത ബില്ലി ഘോട നായുണ്ട്, പൂച്ചയുണ്ട്, ഘോട കുതിരയുണ്ട്. വീണ പറഞ്ഞു ബെക്കരി ആട്. ഗദ്ദ എന്താണ് ഗദ്ദ? ഡോങ്കി. ബന്ദർ എന്താണ്? മങ്കിയാണ്, കുരങ്ങച്ചനാണ് ബന്ദർ കേട്ടോ. അതൊക്കെ ഉണ്ടെന്ന് അതിനൊക്കെ 4 കാലാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ റസിയ പറയുകയാണ്. റസിയ എന്താ പറഞ്ഞത്? മേഡക് ഉൻബിലാബ് പിന്നെയോ ഖഡിയാൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് മേഡക്? മേഡക് മീൻസ് തവള. ഉദ്ബിലാബ് ആരാണ്? നീർനായ, ഓട്ടർ. ഖഡിയാൽ എന്ന് പറഞ്ഞാൽ മുതല. അതിനൊക്കെ 4 കാലാണെന്നാണ് അവൾ സൂചിപ്പിച്ചത്. രമേശ് പറഞ്ഞു ഷേർ ചീത്ത, സിംഹവും ചീറ്റയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബിപിൻ പറഞ്ഞു സീബ്ര ജിറാഫ്. സീബ്രയും ഉണ്ട്, ജിറാഫും ഉണ്ട് അല്ലേ. അധ്യാപിക ബഹത്ത് സഹി ബച്ചയും എല്ലാം ശരി, വളരെ ശരി കുട്ടികളെ. ആപ് സബ്കോ തോ ബഹത്ത് സാരേ പശുവും കെ നാം ആത്തെ ഹേ. ആപ് സബ്കെ തോ നിങ്ങൾക്കെല്ലാവർക്കും ബഹത് സാരേ പശുവും കോ മിക്കവാറുള്ള മൃഗങ്ങളുടെ നാം ആത്തെ ഹേ പേരൊക്കെ വരുന്നുണ്ടല്ലോ, പേരൊക്കെ അറിയാമല്ലോ. ലേക്കിൻ അബ് ദേഖ്തേ ഹേ കി എന്നാൽ ഇത് കണ്ടോളൂ. ഭിന്ന ഭിന്ന കീടോങ്കോ പൈരോങ്കി വിഷയമേ അപ്കോ കിത്തനാ പതാ ഹേ. ഭിന്ന ഭിന്നമായ വ്യത്യാസപ്പെട്ട കീടോങ്കി ഇൻസെക്റ്റുകളുടെ പൈരോങ്കെ വിഷയമേ അവയുടെ കാലുകളുടെ വിഷയത്തിൽ ആപ്കോ കിത്തനാ പതാ ഹേ നിങ്ങൾക്ക് എത്രമാത്രം അറിയാമെന്ന് നോക്കാം അല്ലേ. കീടങ്ങളുടെ കാലുകളുടെ എണ്ണത്തെ പറ്റി നിങ്ങൾക്ക് എത്രമാത്രം അറിയാം എന്ന് നോക്കാം. ആപ് സഫീനെ ചീണ്ടേ ഓ ചീണ്ടിയോ തോ ദേക്കി ഹേ ഹേ നിങ്ങളെല്ലാവരും ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ബത്തായിയെ പറഞ്ഞാലും ഉൻകെ കിത്തനെ പൈർ ഹോത്തേ ഹേ അവയ്ക്ക് എത്ര കാലുകളുണ്ട്? ടീച്ചർ ചോദിച്ചതേ ഈ ഉറുമ്പിന് എത്ര കാലുണ്ടെന്നാണ്. മനസ്സിലായോ? മീന പറയുകയാണ്. മീന അധ്യാപികാജി ടീച്ചറെ മുച്ചേ ചീണ്ടോങ്കി ദേഖിനേമേ ബിടാ ആനന്ദാത്താ ഹേ. എനിക്കാണെങ്കിലേ ഉറുമ്പിനെ നോക്കിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ടാകും. മുച്ചേ ചീണ്ടോങ്കോ ദേഖിനേമേ ബിടാ ആനന്ദാത്താ ഹേ. എനിക്ക് ഉറുമ്പിനെ നോക്കിയിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം വരും. ഇൻകാ ചലന മേനെ ബഹുത്ത് പാസ് ദേക്കാ ഹെ അതിൻ്റെ നടത്തമുണ്ടല്ലോ
ഞാൻ വളരെ അടുത്ത് പോയി നോക്കിയിട്ടുണ്ട്. മേനെ കയ്യീ ബാർ ഉൻകെ പൈർ ഫി ഗിൻ ലിയേ, ഞാൻ പല പ്രാവശ്യം കയ്യീ ബാർ ഉൻകെ പൈർ ഫി അതിൻ്റെ കാലുകൾ എണ്ണി നോക്കിയിട്ടുമുണ്ട്. ഗിൻ ലിയേ അവർ പതാച്ചലാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഉൻകെ ചഹ് പൈർ ഹോത്തേ ഹേ, അവയ്ക്ക് 6 കാലുണ്ടെന്ന്. മനസ്സിലായോ? ഞാൻ അതിനെ ഇടയ്ക്ക് എണ്ണി നോക്കിയിട്ടുണ്ട്, കാല് ഉറുമ്പിൻ്റെ കാലൊക്കെ എണ്ണി നോക്കിയിട്ടുണ്ട് ആ കുട്ടി. അപ്പോൾ അതിന് 6 കാലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അത് അധ്യാപികയോട് പറഞ്ഞു. അധ്യാപിക അരേ വാ അബ് ആപ് സ്വയം ഗിൻകറായി ഹേ, ഇപ്പം നിങ്ങളിത് സ്വയം എണ്ണീറ്റ് വന്നിരിക്കുകയല്ലേ. തോ ആപ്കാ ഉത്തർ സഹി ഹേ, ആപ്കാ ഉത്തർ സഹി ഹി ഹേ, നിങ്ങളുടെ ഉത്തരം ശരിയാണ് താനും അല്ലേ. ആപ്കോ പതാ ഹേ കി, നിങ്ങൾക്കറിയാമല്ലോ, ചീണ്ടിക്ക് അതിരുത്ത് ഉറുമ്പ് അല്ലാതെ ഔർ ഫി കൈ കീടു മറ്റ് പല കീടങ്ങൾക്കും ചഹ് പൈർ ഹോത്തേ ഹേ 6 കാലുകളുണ്ട്. മറ്റ് പല ഇൻസെക്റ്റിനും 6 കാലുകളുണ്ടെന്നാണ് പറഞ്ഞത്. ജൈസേ ഏതൊക്കെ പോലെയാണ്? മഖി ഈച്ച, ഫാവ്ര തേനീച്ച, ഔർ. അപ്പോൾ ഓരോരുത്തരും പറയാൻ പോവാണേ. രാം പറഞ്ഞെന്നാണ് തിത്തല്ലി ബട്ടർഫ്ലൈ. അപ്പോൾ സിമ്രാൻ പറഞ്ഞു ചിങ്കൂർ. എന്തായി ചിങ്കൂറ്? വിട്ടിൽ. കണ്ടോ, വിട്ടിലിൻ്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേര് പറഞ്ഞു. സിമ്രാൻ പറഞ്ഞത് വിട്ടിൽ എന്നുള്ള പേര് കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.